POK ഇന്ത്യയുടെ ഭാഗമാകുമോ? കുറച്ച് കാലം കൊണ്ട് കേൾക്കുന്ന പാക് അധിനിവേശ കാശ്മീർ. അതെ, ഇപ്പം ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടക്കാൻ പോകാം. ഈ 3 ഘട്ടങ്ങളിലായി നടക്കുന്നു. അപ്പോൾ വലിയൊരു സംശയമാണ് അത് ഇന്ത്യയുടെ പക്ഷത്തേക്ക് എത്തുമെന്ന്. ഞാനൊരു സംഭവം പറയാം, ഒരു ചെറുപ്പക്കാരൻ്റെ പേര് പറയാം. അഹമ്മദ് ഫർഹാദ് പാകിസ്ഥാനിലെ ഒരു മാധ്യമ പ്രവർത്തകരാണ്, മാപ്ര ജേർണലിസ്റ്റ്. അയാൾ പാകിസ്ഥാൻ സർക്കാരിനെ നിരന്തരം വിമർശിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പോലെയല്ല, ഇവിടെ മോദിയുടെ അച്ഛൻ പറഞ്ഞാലും മോദി ഒന്നും ചെയ്യില്ല. എന്നിട്ട് മോദിക്ക് പേരെന്താ? ഫാസിസ്റ്റ്. പാകിസ്ഥാനിൽ അങ്ങനെയല്ല, സർക്കാരിനെ വിമർശിച്ചു, അവനെ പിടിച്ചുകൊണ്ട് പോയി പോലീസ്. പിടിച്ചുകൊണ്ട് പോയി ഇവനെ വിടുന്നില്ല. വിടാതായപ്പോൾ ഇവൻ്റെ വീട്ടുകാർ നമ്മുടെ ലോവർ കോടതിയിലൊക്കെ പോയി ഒരു രക്ഷയില്ല. അവസാനം ഹൈക്കോടതി പോയപ്പോൾ ഇസ്ലാമാബാദ് ഹൈക്കോടതിയിലാണ് കേസ് വന്നു. ഇവനെ ഹാജരാക്കണം, നമ്മുടെ ഹേബീസ് കോർപ്പസ് പോലെ ഇവനെ ഹാജരാക്കണമെന്ന് കോടതി പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞു ഞാൻ ഇടപെടും, ഇയാളെ പ്രതി അഹമ്മദ് ഫർഹാദിനെ ഉടനെ ഹാജരാക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ സോളിസിറ്റർ ജനറൽ, അഡീഷണൽ അറ്റോർണി ജനറൽ, നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ അഡീഷണൽ അറ്റോർണി ജനറൽ പറഞ്ഞു ഇയാൾ POKയിലുള്ളതാണ്. POK എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഭാഗമല്ല, അതുകൊണ്ട് കോടതിക്ക് ഇടപെടാൻ അധികാരമില്ല. ആര് പറഞ്ഞു? പാകിസ്ഥാൻ അറ്റോർണി ജനറൽ ഇസ്ലാമാബാദിലെ ഹൈക്കോടതിയിൽ പറയുന്നു അഹമ്മദ് ഫർഹാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അഹമ്മദ് ഫർഹാദ് പാക് അധിനിവേശ കാശ്മീർ, പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന കാശ്മീരിൽ സ്വദേശിയാണ്. അയാളുടെ കാര്യത്തിൽ ഇടപെടാൻ ഇസ്ലാമാബാദിലെ പാകിസ്ഥാനിലെ ഹൈക്കോടതിക്ക് അവകാശമില്ല. കാരണം ഇയാൾ പാകിസ്ഥാൻ്റെ ഭൂപ്രദേശത്തുള്ള ആളല്ല. ആര് പറഞ്ഞു? പാകിസ്ഥാൻ പറഞ്ഞു. അതായത് പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഭൂമി തങ്ങളുടേതല്ല എന്ന് അവരുടെ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാന് നല്ല ബോധ്യമുണ്ട്, എന്ത് ഇത് അവരുടേതല്ല. അവരുടേതല്ലെന്ന് നമുക്കറിയാം. ഒരു ഡിസ്പ്യൂട്ടല്ല, അത് നമ്മുടെ കാശ്മീർ പോലല്ലേ, കാശ്മീർ നമ്മുടെയാണ്. ഇത് ഡിസ്പ്യൂട്ടേ അല്ല, നമ്മുടേത് അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളിങ്ങ് എടുക്കാത്തതുകൊണ്ട് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ, നമ്മൾ എടുത്താൽ ഇങ്ങ് എടുത്തു. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ പാകിസ്ഥാനിൻ്റെ നിലപാട് ഇതാണ്. കാരണം ഈ പാകിസ്ഥാനിന് അറിയാം ഇത് ഇന്ത്യയുടെ ഭൂവിഭാഗമാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ വന്ന് അടിയും തന്ന് ഇത് പിടിച്ചുകൊണ്ട് പോകുന്നറിയാം. അതുകൊണ്ട് നല്ല ബോധ്യമുണ്ട്. അപ്പം ലീഗലി തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞുകളിയല്ല. കാരണം പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഭൂപ്രദേശം, അവിടെ ഹൈക്കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ഈ ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി ഇന്ത്യക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അത് ഇൻ്റർനാഷണൽ രാജ്യാന്തര തർക്കങ്ങളൊക്കെ വരുമ്പോൾ അവർ ഹൈക്കോടതിയിൽ പാക് ഗവൺമെൻറ് അറ്റോർണി ജനറൽ പറഞ്ഞിരിക്കുന്ന രേഖ ഇന്ത്യക്ക് അനുകൂലമാണ്. അല്ലെങ്കിൽ തന്നെ ഇന്ത്യക്ക് അനുകൂലമാണ്, ഇന്ത്യയുടെയാണ്. ഇന്ത്യ ഇപ്പോൾ നമ്മൾ ജമ്മു കാശ്മീർ ഇലക്ഷൻ നടക്കുകയാണ്. ജമ്മു കാശ്മീർ അസംബ്ലിയിൽ നമ്മൾ പാക് അധിനിവേശിച്ച കാശ്മീരിന് സീറ്റുകൾ വെച്ചിട്ടുണ്ട്. അവിടുന്ന് MLA-മാരുണ്ടാവും എന്നാണ് നമ്മുടെ സങ്കല്പം. ആ സീറ്റുകൾ ഇപ്പോൾ അവിടെ ഇലക്ഷൻ നമ്മുടെ ഭാഗമല്ലാത്തതുകൊണ്ട്, അവിടെ ഇലക്ഷൻ നടക്കാത്തതുകൊണ്ട് അത്രയും സീറ്റുകൾ അസംബ്ലിയിൽ വേക്കൻ്റായിട്ട് കിടക്കും. പക്ഷേ അത് പ്രതീകാത്മകമാണ്. കാരണം ഭരതൻ പണ്ട് ശ്രീരാമൻ്റെ പാതകം വെച്ച് രാജ്യം ഭരിച്ചില്ലേ? ഈ സിംഹാസനം ശ്രീരാമചന്ദ്രൻ്റേതാണെന്ന് സ്ഥാപിക്കാൻ പാതകം വെച്ച് ഭരണം നടത്തിയ ഭരതനെ പോലെ നമ്മുടെ ജമ്മു കാശ്മീർ അസംബ്ലിയിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഭാഗമാകുന്ന നമ്മുടേതായിരുന്ന പ്രദേശത്തു നിന്നുള്ള MLA-മാരെ പ്രതിനിധാനം ചെയ്യുന്ന കസേരകൾ ഒഴിഞ്ഞു കിടക്കും. എന്ന് പറഞ്ഞാൽ അസന്നിഗ്ധമായി ഇന്ത്യക്ക് എക്കാലവും ഉണ്ടായിരുന്ന നിലപാടാണ് POK നമ്മുടേതാണെങ്കിലും ഇത്രയും സിംബോളിക്കായിട്ട് പ്രതീകാത്മകമായി അത് നമ്മുടേതാണെന്ന് ഉറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആദ്യമായി ചെയ്യുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. അത് നമ്മുടെയാണെന്നൊക്കെ പറയുമായിരുന്നു. ഒരു കാലത്തും നമുക്ക് കിട്ടത്തില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ മുമ്പൊരിക്കൽ POK ഇന്ത്യ തിരിച്ചെടുക്കും അമിത്ഷായും രാജ്നാഥ് സിംഗും പറഞ്ഞതിനെക്കുറിച്ച് നമ്മളൊരു സംഭാഷണം നടത്തി. അതിൻ്റെ താഴെ കുറേ സുഡാപ്പികൾ വന്ന് കാണണം, കണ്ടെച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവനൊക്കെ എവിടെ ജനിച്ചവരാണ്? ഇന്ത്യയിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഇന്ത്യയുടെ ഭൂപ്രദേശം നമ്മൾ തിരിച്ചു പിടിക്കും എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പറയുമ്പോൾ അതിൽ ഇൻടോളറൻസ് കാണിക്കുകയും അസഹിഷ്ണുത കാണിച്ച് അപഹസിക്കുന്ന ആളുകൾ ഈ മലയാളികൾ ഈ കേരളത്തിലുണ്ട്, നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോഴാണ് നിങ്ങളുടെയൊക്കെ ഇമ്രാൻ വാപ്പ എന്ന് പറയാറുള്ള കളിയാക്കി. ഇമ്രാൻ ഇപ്പം അവിടെ ഇല്ലെങ്കിൽ പോലും അവരുടെ മക്കളായിട്ടുള്ള പാകിസ്ഥാൻകാർ അവർ തന്നെ ഒഫീഷ്യലി അറ്റോർണി ജനറൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഇസ്ലാമാബാദ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഈ ഭൂമി ഞങ്ങളുടേതല്ല. കേസ് ജയിക്കാൻ വേണ്ടി പറഞ്ഞ അതാണ്. കാരണം കോടതി ഇടപെടുക, കാരണം അഹമ്മദ് ഫർഹാദിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിവിടെ അധികാരമൊന്നുമില്ല, അത് മറ്റേ ഇന്ത്യക്കാരുടെ സ്ഥലം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നേ ഉള്ളൂ എന്നൊരു മുട്ടായുക്തി പറഞ്ഞാണ്. പക്ഷേ അത് ഒരു വലിയ കെണിയായിട്ട് മാറാൻ പോവാണ്. ഇന്ത്യക്ക് ഇന്ത്യയുടെ ക്ലെയിം നമ്മുടേതാണ് എന്ന് കൂടുതൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഔദ്യോഗിക രേഖയായിട്ടത് മാറിയിരിക്കുന്നു.
ഇത് പതിവ് ചോദ്യം ഞാൻ പറയാൻ പോവാ. നമ്മുടെ ഏതെങ്കിലും പത്രത്തിൽ വായിച്ചായിരുന്നു? അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുകയേ വേണ്ടല്ലോ. പാകിസ്ഥാൻ പറഞ്ഞു പാക് അധിനിവേശ കാശ്മീർ പാകിസ്ഥാൻ്റെ അല്ല, അവിടെ പാകിസ്ഥാൻ്റെ നിയമങ്ങൾ അവിടെ ബാധകമല്ല, വിദേശ ഭൂമിയാണെന്ന് പറഞ്ഞു എന്നുള്ള വാർത്ത കൊടുത്താൽ ഇവിടെ പത്രം നിർത്താൻ ആളൊക്കെ കാണും. കോപ്പി ഈ വാർത്ത വന്നുകൊണ്ട് ഞങ്ങൾ ഏതായാലും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിപ്പോൾ നമ്മുടെ രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്തു. ജമ്മു കാശ്മീരിൽ ഇന്നലെ പ്രസംഗിച്ച നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇത് പ്രസംഗിച്ചത്. POK അവർ പറയുന്നു അവരുടേതല്ല എന്ന് പറയുന്നു. നിങ്ങൾ നോക്കൂ, 38,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ കാശ്മീരിൽ നടത്തുന്നത്. പണ്ട് തോക്കുകളും കല്ലും പിടിച്ചിരുന്ന കൈകളിൽ ഇപ്പോൾ ലാപ്ടോപ്പും കമ്പ്യൂട്ടറുകളാണ്. അവിടുത്തെ ചെറുപ്പക്കാർ സ്കൂളുകളിൽ പോകുന്നു, കോളേജുകളിൽ പോകുന്നു, പഠിക്കാനായി പോയി തുടങ്ങി, അവർക്ക് ജോലി കിട്ടുന്നു. പുതിയ വ്യവസായ സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ മുതൽ വലിയ വ്യവസായ സംരംഭങ്ങൾ വരുന്നു. നമ്മുടെ ലുലു പോലും കാശ്മീരിൽ വരാൻ പോകാം. ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലാണ്. അതെ, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. കാശ്മീർ മാറുകയാണ്. 370 എന്ന് പറഞ്ഞ ആ കിരാതമായ സാധനമെടുത്ത് അടിമത്തം വിഭാവനം ചെയ്യുന്ന വകുപ്പ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് അധികാരമില്ല എന്ന് പറയുന്ന ഒരു വകുപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ കാശ്മീർ സമ്പൂർണ്ണമായി ഇന്ത്യയിൽ ലയിച്ച് നമ്മുടെ മുഖ്യധാരയിൽ ഇങ്ങനെ ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. ഈ വിഘടനവാദികളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം ഇപ്പോൾ ടൂറിസം സ്പോട്ടുകളായി മാറിയല്ലേ? അത് പഴയ പോലെ 370 എടുത്ത് കളയണം എന്ന് പറയുന്ന, എടുത്ത് കളയണം എന്ന് പറയുന്ന, കാശ്മീരിനെ കുറിച്ച് പാകിസ്ഥാനോട് ചർച്ച ചെയ്യണം എന്ന് പറയുന്ന, കാശ്മീർ നമ്മുടെയാണ്, നമ്മുടെ കാശ്മീർ നമ്മുടെ ഇരിക്കണമെന്നുള്ള, പാകിസ്ഥാനോട് പോയി ചർച്ച ചെയ്യണം എന്ന് പറയുന്ന നാഷണൽ കോൺഫറൻസും ഒക്കെ ആയിട്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ കൂടിച്ചേർന്ന് ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഞങ്ങളെക്കാണ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരും എന്ന് രാഹുൽ പറഞ്ഞിട്ടില്ല. രാഹുലല്ല, അവർ നാഷണൽ കോൺഫറൻസ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ വീണ്ടും പാകിസ്ഥാൻ്റെ അക്രമം അവിടെ ഉണ്ടാവണം, അവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ ഓടിക്കണം, പാകിസ്ഥാനിൽ മുസ്ലിം ഭീകരവാദികൾക്ക് മാത്രം ജീവിക്കണം. 38,000 കോടി മോദി മുടക്കിയ 38,000 കോടി ഉണ്ടല്ലോ, അവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. നേരത്തെ കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടുന്നത് ഈ മുഫ്തിയുടെ കുടുംബവും ഫറൂഖ് അബ്ദുള്ള കുടുംബം അടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് അവിടെ സമ്പൂർണ്ണമായ വികസനം വരിക. കാശ്മീരിൽ നമ്മുടെ ഒരു കാശ്മീരിൽ യാത്രികയുടെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. കാശ്മീരിൽ 4 മണിക്കൂർ 3 മണിക്കൂറാണ് കറണ്ട് ഉണ്ടായിരുന്നത്. റേഷനായിരുന്നു, ഇലക്ട്രിസിറ്റി ഇത്രയും സമയത്തേ ഉള്ളൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി, സമ്പൂർണ്ണ വൈദ്യുതീകരണം നടന്നു. 24 മണിക്കൂറും കറണ്ടുണ്ട് കാശ്മീർ. അവർ ശരിക്കും കാശ്മീർ ജനത എന്താണ് സ്വാതന്ത്ര്യം എന്ന് അനുഭവിക്കുകയാണ്. അത് മാറ്റിമറിക്കുമെന്ന് പറയുന്ന പോലെ അവരെങ്ങനെ നേരിടും എന്നിപ്പോൾ നമുക്ക് കണ്ടറിയാം ഇലക്ഷൻ വരുമ്പോഴത്തേക്ക്. ഏതായാലും ഇപ്പോൾ നമുക്ക് രാജ്നാഥ് സിംഗിൻ്റെ പ്രസംഗത്തിലേക്ക് പറയാം. രാജ്നാഥ് സിംഗ് പറഞ്ഞു, അല്ലയോ POKയിലെ സഹോദരങ്ങളെ, നിങ്ങളുടെ സർക്കാർ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആ ഭൂമി ഇന്ത്യയുടെ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയുടെ ആളുകളാണ്, നിങ്ങൾ ഇന്ത്യക്കാരാണ്, നിങ്ങൾ ഇന്ത്യയോട് വന്നു ചേരൂ ജനങ്ങളോട് പറയുക. ഇപ്പോൾ POKയിലെ ജനങ്ങളോട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എനിക്ക് തോന്നുന്നു വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന, സത്യത്തിൽ ആ രാജ്യത്തെ ജനങ്ങളെ അവിടുത്തെ ഭരണകൂടത്തോട് കലാപമുണ്ടാക്കി ഇന്ത്യയെ ചേരാൻ പറഞ്ഞാണെന്ന് വരെ വേണം വ്യാഖ്യാനിക്കാം. അത്തരമൊരു പ്രസ്താവന ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ഇന്നലെ കാശ്മീരിൽ വെച്ച് POKയിലെ ജനങ്ങളോട്, പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളോട് പറഞ്ഞത് നമ്മുടെ പത്രങ്ങളിൽ വാർത്തയല്ല. അത് അറിഞ്ഞിട്ട് പോലും ഇല്ല. അതും പറയണം. നമുക്ക് ഒരു ദിവസം ഇത് നേർച്ച പോലെ ഒരുപാട് തവണ പറയണം. അപ്പം ശരിക്കും ഞാൻ പറയുന്നത് ഇതൊക്കെയല്ലേ നമ്മുടെ ആളുകൾ അറിയേണ്ടത്. ശരിക്കും ദേശാഭിമാന പ്രചോദിതമായ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത, രാജ്യത്തിൻ്റെ കരുത്ത്, ഇതൊക്കെ വിഭാവനം ചെയ്യുന്ന, ഇതൊക്കെ വിളിച്ചു പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അത് വാർത്തയാക്കാത്ത മാധ്യമപ്രവർത്തനം എന്തൊരു മാധ്യമപ്രവർത്തനം അല്ലേ സുജി? തീർച്ചയായിട്ടും. കാരണം ഈ പറയുന്ന POK എന്ന് പറഞ്ഞാൽ എത്രയോ കാലമായിട്ട് അവർ പിടിച്ചടക്കി വെച്ചേക്കാണ്, നമുക്ക് നമ്മളിലേക്ക് എത്തും എന്നൊക്കെ പറയാണ്. ഇപ്പോൾ ഒരു നിർണായകമായ തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രതിരോധ മന്ത്രി ഒരു കാര്യം പറയുമ്പോൾ അത് നമ്മുടെ ജനങ്ങളെ അറിയിക്കേണ്ട. അല്ല, അത് മാത്രം ആ ജനങ്ങളോട് പറയുക, നിങ്ങളിങ്ങോട്ട് പോരൂ. അല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അതാണ് നിങ്ങളുടെ സർക്കാർ നിങ്ങളെ തള്ളിപ്പറഞ്ഞ് ഇസ്ലാമാബാദിലെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പാകിസ്ഥാനികളല്ല എന്ന് സമ്മതിച്ചിരിക്കുന്നു, നിങ്ങൾ ഇന്ത്യക്കാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിദേശ പൗരന്മാരാണെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങൾ, നമ്മുടെ സഹോദരങ്ങളാണ്, നിങ്ങൾ ഒരു ഇന്ത്യയിൽ ചേരും, ജോയിൻ ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഗൗരവമുള്ള വാർത്ത എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോഴും നോക്കുന്നത്? ആരോട് പറയാനാ? അപ്പോൾ ഏതായാലും നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇപ്പോൾ പല കഷ്ണങ്ങളായിട്ട് വിഭജിക്കും എന്നൊക്കെ പറയുകയാണ്. നമുക്ക് വിഭജിച്ചു പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ പാകിസ്ഥാനിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതീവ ദയനീയമാണ്. അതുകൂടെ പറഞ്ഞിട്ട് പോകാം. അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ഒരു സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ധനകാര്യ മന്ത്രാലയം ഇറക്കിയിരിക്കുകയാണ്. അതായത് സർക്കാർ ഇനി ഒരു വാഹനവും വാങ്ങരുത്, പുതുതായിട്ട് വാഹനങ്ങൾ മേടിക്കാൻ പറ്റില്ല. യാത്രകൾ
പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുടെ യാത്രകൾ, വിദേശ യാത്രകൾ മുഴുവൻ വെട്ടിച്ചിരിക്കും. സർക്കാരിലെ ഏത് ഉന്നത പദവി വഹിക്കുന്ന ആളാണെങ്കിലും ചികിത്സകൾക്കായി പുറത്തു പോകാൻ പാടില്ല. വിദേശയാത്രകൾ, പിന്നെ യൂണിവേഴ്സിറ്റികൾ, ഹോസ്റ്റൽസ്, ഹോസ്പിറ്റൽസ്, ഇവിടെയൊന്നും പുതിയ യന്ത്രങ്ങൾ വാങ്ങാൻ പാടില്ല, വാഹനം പാടില്ല, വിദേശയാത്ര പാടില്ല, ചികിത്സയ്ക്ക് പോകാൻ പാടില്ല, പുതിയ മെഷീനറികൾ വാങ്ങാൻ പാടില്ല. അപ്പോൾ ഒരു വ്യവസായശാല, സർക്കാരിൻ്റെ ഒരു വ്യവസായശാല ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ പുതിയ യന്ത്രസാമഗ്രികൾ മേടിച്ചില്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കും? ആശുപത്രികളിലേക്ക് പുതിയ യന്ത്രസാമഗ്രികൾ വേണ്ടേ? എക്സ്റേ മെഷീൻ മുതൽ എന്തെല്ലാം സാധനം വേണ്ടി വരും. ചികിത്സയ്ക്ക് പോകാൻ പാടില്ല, പുതിയ വാഹനങ്ങൾ പാടില്ല. അതുകൂടാതെ വൈദ്യുതി നിരക്കും മറ്റു നികുതിയും കൂട്ടാൻ പോകാം പാകിസ്ഥാനിൽ. അപ്പോൾ പാകിസ്ഥാൻ ഇത്ര അതിഭീകരമായ ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് പാകിസ്ഥാനിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ടാണ് ഡ്രീം ബസാർ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് തുറന്ന കാര്യം നമ്മൾ ഒരു ദിവസം പറഞ്ഞു. ഗുലിസ്ഥാൻ ഈ ജോഹർ എന്ന് പറയുന്ന പാകിസ്ഥാനിലൊരു വ്യവസായിയാണ് ഡ്രീം ബസാർ എന്ന് പറഞ്ഞാൽ കൂറ്റൻ ഒരു ഷോപ്പിംഗ് മാൾ. നമ്മുടെ 4 ലുലു മാളിൻ്റെ വലിപ്പം വരുന്നത് തുടങ്ങിയ ദിവസം പറഞ്ഞു, നിങ്ങൾ 50 പാകിസ്ഥാൻ രൂപ കൊടുത്താൽ നിങ്ങൾക്ക് എൻട്രി പാസ് കിട്ടും. അപ്പോൾ ഈ സാധനങ്ങൾക്കൊക്കെ 50% വരെ വിലക്കുറവ് കിട്ടും എന്ന് പറഞ്ഞു. 1,00,000-ഓളം ആളുകൾ ഇടിച്ച് കയറിയിട്ട് എല്ലാം അടിച്ച് പൊട്ടിച്ചകത്ത് കയറി സകല സാധനങ്ങളും അവിടെ തൂക്കിയിട്ടെന്ന ഹാങ്കർ വരെ അടിച്ചുകൊണ്ടുപോയി. 800 കോടി രൂപയാണ് നഷ്ടമുണ്ടായത്. എങ്ങനെ നിയന്ത്രിക്കുമല്ലേ ഇങ്ങനെ? അല്ല, അങ്ങനെ ഒരു ജനക്കൂട്ടം ആർത്തലച്ച് വന്ന് കയറണമെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? അരാജകത്വം കൊണ്ട് ഏറ്റവും വലിയ ക്രിമിനൽസ് മാത്രം എന്തും ചെയ്യാൻ. എങ്ങനെയാണ് അത്രയും അരാജകത്വം ഉണ്ടാവുന്നത്? എങ്ങനെയാണ്? 2 കാര്യങ്ങളാണ്. ഒന്ന് ദാരിദ്ര്യം, ഒന്ന് ഭരണകൂടത്തിൻ്റെ അഭാവം. അതെ, ദാരിദ്ര്യമാണല്ലോ ഏറ്റവും പ്രധാനം. അവൻ എന്തും ചെയ്യും. അത് നിയന്ത്രിക്കാൻ സർക്കാരിന് ശേഷിയില്ല, ഭരണകൂടം ഇല്ല. കാരണം ഭരണകൂടത്തിൽപ്പെടുന്ന പോലീസുകാർക്കും ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുത്തത് കുറേ കാലമായി. എങ്ങനെ ജീവിക്കും? ഇങ്ങനെ IMFൻ്റെ മുന്നിൽ പിച്ചച്ചട്ടിയുമായി പോയി നിൽക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് പാകിസ്ഥാൻ വംശീയമായ കാരണങ്ങളുണ്ട്. ബലൂചിസ്ഥാനിലുള്ളവരെ, ബലൂജ് വേറൊരു രാജ്യമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ബലൂജും 3 രാജ്യങ്ങളായിട്ടാണ് കിട്ടിയത്. 1 വർഷത്തോളം അവർ സ്വതന്ത്ര രാജ്യമായിട്ട് നിന്നിട്ട് പാകിസ്ഥാൻ കയറി പിടിച്ചെടുത്തതാണ് ഈ ബലൂജ് മേഖല. നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടാണ്. നമ്മൾ വേണമെങ്കിൽ അവർ ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാൻ്റെയും സഹായം തേടി ഞങ്ങളെ സഹായിക്കുന്നത്. ഇന്ത്യ നോക്കിയില്ല. നെഹ്റുവിനൊന്നും ഇതൊന്നും കാര്യമില്ലല്ലോ. അത് പോട്ടെ, നെഹ്റുവിൻ്റെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. അങ്ങനെയാണ് ബലൂജ് ഇവരുടെ കൂടെ ചേരാനല്ല പിടിച്ചെടുത്ത് ചേർത്തത്. അവർ കുതറി മാറി പോകാൻ നോക്കുക. അവരുടെ സംസ്കാരവും ഭക്ഷണവും വേറെയാണ്. പിന്നെ അവരെ സംബന്ധിച്ച് അവർ സ്വതന്ത്ര രാജ്യമായ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനി അവിടെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പം പഷ്തൂൺ അടക്കമുള്ള മേഖല, സിന്ധു മേഖല, ഇവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. ആഭ്യന്തര കലാപം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ്. പിന്നെ ഈ പറയുന്ന POKയോടുള്ള അവഗണന. അപ്പോൾ ഇവർക്ക് താല്പര്യമില്ലാത്ത എല്ലാ മേഖലകളെയും ഇവർ അവഗണിക്കുന്നു. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഇന്ത്യയോടൊപ്പം ഇന്നോ നാളെയോ POK വരുമോ എന്നെനിക്കറിയില്ല. പിന്നെ മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട്. POKയിലുള്ള ആളുകളെ മുഴുവനെ നമുക്ക് സ്വീകരിക്കാം, ഇങ്ങോട്ട് ഇന്ത്യയിൽ ചേരുമെന്ന് രാജ്നാഥ് സിംഗ് പറയുമ്പോൾ ആ കൂട്ടത്തിൽ POKയിലുള്ളവർ മാത്രമാണോ മറ്റുള്ള സ്ഥലത്തെ ആളുകളുടെ വന്നു ചേർന്ന് അവിടുത്തുകാരാണെന്ന് അവകാശപ്പെടും. ഇങ്ങനെ ഒത്തിരി നൂലാമാലകൾ ഏറെയുണ്ട്. സാങ്കേതികമായും പ്രായോഗികമായും കുറേ പ്രശ്നങ്ങളുണ്ട് POK ഇന്ത്യയിൽ ലയിപ്പിക്കുക എന്നുള്ളത്. POK ഇന്ത്യ മനസ്സ് വെച്ചാൽ 2 മണിക്കൂർ കൊണ്ട് പിടിച്ചെടുക്കാവുന്ന സ്ഥലമാണ്. അവർക്ക് ആവശ്യമില്ല. കാരണം ജനങ്ങൾ മുഴുവൻ പാകിസ്ഥാനെതിരാണ്. അവർ തൊട്ടടുത്ത് ജമ്മുവിൽ നടക്കുന്ന മാറ്റങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുക. മാത്രമല്ല, ആളുകൾ പറയുന്നത് കാശ്മീരിൻ്റെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങൾ ഈ POKയിലാണെന്ന് പറഞ്ഞത്. കാശ്മീർ തന്നെ ഭൂമിയിലെ സ്വർഗം എന്നാണ് പറയുന്നത്. അതിലും മനോഹരമായ ഭൂവിഭാഗമാണ് പാകിസ്ഥാൻ്റെ കൈവശമുള്ള കാശ്മീർ. ഏതായാലും ആർജവത്തോടെ തന്നിടത്തോടെ POK ഞങ്ങളുടേതാണ്, ഞങ്ങളത് തിരിച്ചു പിടിക്കും എന്ന് പറയുന്ന ഒരു സർക്കാർ നമുക്കുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അതും സാധിക്കും. സിനുവും ഞാനും ഒക്കെ ഈ POKയിൽ ടൂർ പോകുന്നൊരു കാലം. അതെ, അന്ന് POK ഉണ്ടാവില്ല. നിർഭയമായിട്ട് നമ്മൾ പോകും. അന്ന് POK ഉണ്ടാവില്ല. നമ്മുടെ കാശ്മീരിലേക്ക് നമ്മൾ ടൂർ പോകും. പ്രേക്ഷകർക്കും അതിനുള്ള അവസരം ഉണ്ടാവട്ടെ. നരേന്ദ്രമോദി സർക്കാർ അതും സാധിച്ചു തരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.